Hi everyone, this is Abin from Everything You Want to Know About Apple. അങ്ങനെ നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബീറ്റ 5 ആണ് ഇപ്പോൾ റിലീസ് ആയേക്കണം. നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ബീറ്റ 5 ഇപ്പോൾ റിലീസ് ആയേക്കണം. നമ്മളെല്ലാവരും കരുതിയത് RC ആയിരിക്കും അടുത്ത റിലീസ് എന്നാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 227 MB ഐഫോൺ 7 Plusൽ. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.4 ബീറ്റ 5 റിലീസ് ചെയ്തിട്ടുണ്ട്. WatchOS 8.5 ബീറ്റ 5 റിലീസ് ചെയ്തിട്ടുണ്ട്. tvOS 15.4 ബീറ്റ 5 റിലീസ് ചെയ്തിട്ടുണ്ട്. HomePodOS 15.4 ബീറ്റ 5 റിലീസ് ചെയ്തിട്ടുണ്ട്. macOS 12.3 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യാത്തവർ എല്ലാവരും ഇപ്പോൾ തന്നെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി. ഇപ്പോൾ തന്നെ നിങ്ങൾ ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് നേരെ ജനറൽ, പിന്നെ എബൌട്ട്സ്, സോഫ്റ്റ്വെയർ വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19E5241A എന്ന്. നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു അടുത്ത അപ്ഡേറ്റ് RC റിലീസ് ആയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വട്ടം ഞാൻ നേരത്തെ പറഞ്ഞ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പക്ഷേ മാർക്ക് ഗർമൻ്റെ, അതായത് വൺ ഓഫ് ദ മോസ്റ്റ് ടോപ്പ് ലീക്കറായ മാർക്ക് ഗർമൻ പറയുന്നത് ഇതായിരിക്കും iOS 15.4ൻ്റെ ഫൈനൽ ബീറ്റ റിലീസ്, ഇനി വേറെ റിലീസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയൊരു മോഡം അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 4G നിന്ന് 5Gയിലേക്കും അതേപോലെ വൈഫൈയിൽ നിന്ന് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെയുള്ള ചെറിയ ചെറിയ ബഗ്ഗുകൾ ഇപ്പോഴും നിലവിലുണ്ടാവും. ആ ഒരു ബഗ് ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ആയിട്ടില്ല. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കണിൻ്റെ മാറ്റങ്ങളാണ് ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. അത് മിക്കവാറും എല്ലാവർക്കൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലവർക്ക് മാത്രമായിരിക്കും ഓരോ ആപ്സ് എടുക്കുമ്പോൾ സ്പ്ലാഷ് സ്ക്രീനായിട്ട് വരുന്നത്. പിന്നീട് നമ്മുടെ ഈ iOS 15.4 ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കുറേ പേർക്കുള്ള പ്രശ്നമായിരുന്നു സ്റ്റോറേജ് ബഗ്. പക്ഷേ അതോടൊപ്പം തന്നെ കുറേ പേര് പറഞ്ഞു iOS 15.4ൻ്റെ ബീറ്റ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബഗ് കുറഞ്ഞതായിട്ടും കുറച്ചും കൂടെ സ്റ്റോറേജിൻ്റെ ആ ഒരു അനലറ്റിക്സ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയി എന്നും പറയുന്നുണ്ട്. പക്ഷേ എനിക്കും ചില സമയത്ത് നല്ല രീതിക്ക് സ്റ്റോറേജ് ബഗ് വരുന്നുണ്ട്. എൻ്റെ ഡിവൈസിലെ iOS ഡാറ്റയും അതേപോലെ ഡിവൈസ് ഡാറ്റയൊക്കെ നല്ല സൂപ്പറായിട്ട് അവർ വലിക്കുന്നുണ്ട്. പക്ഷേ ചിലവർക്ക് ഇത് അധികമൊന്നുമില്ല, 0 KB ആയിരിക്കും. കുറേ പേര് പറയുന്ന പോലെ ഇത് അവർക്ക് റിസോൾവ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നും ഇത് റിസോൾവ് ആയിട്ടില്ല. അടുത്ത വന്നത് നമ്മുടെ മ്യൂസിക് ബഗ്ഗിലാണ്. മ്യൂസിക് ബഗ് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൽ നമ്മൾ മ്യൂസിക് ഓൺലൈനായിട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ വർക്ക് ചെയ്യാനും ബാറ്ററി വേഗം ഡ്രെയിൻ ആവാനും അതേപോലെ ഹീറ്റ് ആവാനുള്ള ബഗ്, ആ ഒരു ബഗ്ഗും 15.4ൻ്റെ ബീറ്റ 5ൽ അവർ റിസോൾവ് ചെയ്തിട്ടില്ല. ആ ഒരു ബഗ് നിലവിൽ ഇപ്പോഴും ഉണ്ട്. പിന്നീട് ബാറ്ററിയുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് 1, 2, 3 ദിവസം തറോലി നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ തറോലി യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററിയുടെ എന്തെങ്കിലും ഹിക്കപ്പോ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ബാറ്ററി ഹെൽത്തും കാര്യങ്ങളും ഇപ്പോഴും 83 തന്നെയാണ് നിൽക്കുന്നത്. എന്നാലും നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു പീക്ക് പെർഫോമൻസ് നമ്മൾ അറിയണമെങ്കിൽ 1, 2, 3 ദിവസങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പീക്ക് ലെവൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസ്, എനിക്ക് പെർഫോമൻസിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നേരത്തെ ബീറ്റ 4ലുണ്ടായ ആ ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് ഐഫോൺ 7 Plusലുള്ള ഗീക്ക് ബെഞ്ച് സ്കോർ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ iOS 15.4ൻ്റെ ബീറ്റ 5ലുള്ള ഗീക്ക് ബെഞ്ച് സ്കോർ. ഇത് സിംഗിൾ കോറിൽ 747 മൾട്ടി കോറിൽ 1402 പക്ഷേ iOS 15.4ൻ്റെ ബീറ്റ 4ൽ ഇതായിരുന്നില്ല. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹിസ്റ്ററിയിൽ നമ്മൾ CPU എടുക്കുമ്പോൾ ഇതാണ് iOS 15.4ൻ്റെ ബീറ്റ 4ൽ എനിക്കുണ്ടായ സ്കോറ്. സിംഗിൾ സ്കോറ് 765 മൾട്ടി കോറ് 1409. ഇപ്പോൾ iOS 15.4ൻ്റെ പബ്ലിക് ബീറ്റ 5ൽ എൻ്റെ സിംഗിൾ സ്കോറ് 747
മൾട്ടി കോറ് 1402. ഇതുകൊണ്ടും കൂടെ തന്നെ ആയിരിക്കാം ഞാൻ പറഞ്ഞത് നമ്മുടെ ആ ഒരു ഫ്രെയിം റേറ്റിന് ചെറിയൊരു വ്യത്യാസം, ഒരു കട്ടുകിട്ടിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ആപ്സുകൾ നമ്മൾ ഈ ഒരു മാറ്റുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രെയിം റേറ്റ് ചെറുതായിട്ടൊന്ന് ലാഗാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഡിവൈസിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ നമ്മുടെ ആപ്പിൾ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ മാത്രം എനിക്ക് ചെറിയ ഹീറ്റിംഗ് ഉണ്ടായി. പിന്നെ നമ്മുടെ iOS ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തപ്പോഴും ചെറിയൊരു ഹീറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോഴും ചെറിയൊരു വാംത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏറ്റവും ചെറുതാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വല്ലാത്ത ചൂടില്ല, ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് iOS 15.4ൻ്റെ ഒഫീഷ്യൽ റിലീസ് അല്ലെങ്കിൽ RC റിലീസ് എപ്പോഴായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിൽ ഒരു പിടിയുമില്ല. നമ്മൾ കരുതിയത് മാർച്ച് 1-ാം തീയതി ആയിരിക്കും നമുക്ക് അതിൻ്റെ RC റിലീസ് കിട്ടുക എന്നായിരിക്കും. പക്ഷേ അവർ എല്ലാവരെയും പറഞ്ഞ പോലെയല്ല, നമുക്ക് ഈ ഒരു iOS 15.4ൻ്റെ ബീറ്റ 5 ആണ് റിലീസ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം 14.5 റിലീസ് ചെയ്തപ്പോൾ 8 ബേറ്റകളും അത് കഴിഞ്ഞിട്ടാണ് RC റിലീസും അതിനുശേഷമാണ് നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റും കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്നും നമുക്ക് ആപ്പിളിനെ വിശ്വസിക്കാനും പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓരോ ലീക്സും റൂമേഴ്സൊക്കെ നമുക്ക് ഒരു പ്രഡിക്ഷൻസ് ആണ്, ഒരു 90% നമുക്ക് നടക്കും എന്ന് പറഞ്ഞ ആ ഒരു പോസിബിലിറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന് നടക്കും അല്ലെങ്കിൽ ഇന്നതായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് പറയുകയാണെങ്കിൽ അത്രയും സോളിഡ് ആയിട്ടുള്ള എവിഡൻസും വേണം. അടുത്ത കാര്യം നമ്മുടെ ആപ്പ് ലെവൻ്റാണ്. നമ്മൾ ആപ്പ് ലെവൻ്റ് എപ്പോഴും വിചാരിക്കുന്നത് മാർച്ച് 8-ാം തീയതി, അതായത് അപ്കമിങ് ട്യൂസ്ഡേ ആയിരിക്കും എന്ന് തന്നെയായിരിക്കും. അന്ന് നമ്മൾ വരികയാണെങ്കിൽ മിക്കവാറും മാർഗർമൻ പറഞ്ഞ പോലെ iOS 15.4ൻ്റെ ഒഫീഷ്യൽ റിലീസ് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത എല്ലാ ഫ്രണ്ട്സും അവിടെ ജോയിൻ ചെയ്യുക. ആപ്പിളിനെ പറ്റിയുള്ള ഡൗട്ട്സും ലീക്സും എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെയും വേഗം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ iOS 15.4 പബ്ലിക് ബീറ്റ 5ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളിയാക്കുക. അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ചെക്ക് മീ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആൻഡ് thank you so much for watching this whole video. This is you Abin Xavier signing from everything you want to know about Apple.